فبدل الذين ظلموا قولا غير الذي قيل لهم فأنزلنا على الذين ظلموا رجزا من السماء بما كانوا يفسقون. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه والصلاة والسلام على رسول الأمين وعلى آله وصحابه أجمعين أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 59-ാമത്തെ ആയത്തും അതിലടങ്ങിയ വാക്കാർത്ഥങ്ങളും ആയത്തിന്റെ സാരവുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇനി ഈ ആയത്തിന്റെ 2-ാമത്തെ ക്ലാസ്സിൽ നമുക്ക് ഈ ആയത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ ഇസ്രായേൽ സന്തതികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബൈത്തുൽ മുഖദ്ദസ് അധീനപ്പെടുത്തിയ സന്ദർഭത്തിൽ ആ പ്രദേശത്തിന്റെ പടിവാതിൽ കടക്കുമ്പോൾ അള്ളാഹുവിനോടുള്ള നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് സുജൂദ് ചെയ്തു ആ പ്രദേശത്തിലേക്ക് കടക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. വദ്ഖുലുൽ ബാബ സുജ്ജദ, നിങ്ങൾ സുജൂദ് ചെയ്തുകൊണ്ട് ആ പടിവാതിൽ കടക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേൽ സന്തതികളോട് നിർദ്ദേശിച്ചു. എന്നാൽ സഹോദരങ്ങളെ, ധിക്കാരികളായ ബനു ഇസ്രായേലിയർ അവർ അള്ളാഹു കൽപ്പിച്ചതിന് വിപരീതമായാണ് പ്രവർത്തിച്ചത്. ഒരിക്കലും അക്രമികളായ ജേതാക്കളെ പോലെ അഹങ്കാരത്തോടുകൂടി ആ പരിശുദ്ധ ഭൂമിയിലേക്ക് പ്രവേശിക്കരുത് എന്ന താല്പര്യമാണ് അവരോട് സുജൂദ് ചെയ്ത് ആ പ്രദേശത്തിലേക്ക് കടക്കാൻ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു റിപ്പോർട്ട് പ്രകാരം അവർ തല ഉയർത്തിപ്പിടിച്ച് പോർവിളി നടത്തിക്കൊണ്ട് ധാർഷ്ട്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് അവർ ആ പരിശുദ്ധ മണ്ണിന്റെ പടിവാതിൽ പ്രവേശിച്ചത്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ പറയുന്നത് ബനു ഇസ്രായേലിയർ നിരങ്ങിക്കൊണ്ടാണ് ആ പടിവാതിൽ കടന്നത് എന്നാണ്. അള്ളാഹുവിൽ നിന്നുള്ള ധാരാളം അനുഗ്രഹങ്ങൾ വാങ്ങിയ ഒരു വിഭാഗം ആളുകൾ, നോക്കൂ സഹോദരങ്ങളെ, അവർ എങ്ങനെയാണ് അള്ളാഹുവിനെ ധിക്കരിച്ചത് എന്ന്. ഇത് മാത്രമല്ല, ഈജിപ്തിൽ നിന്നും രക്ഷപ്പെടുത്തി മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിയുടെ കൂടെ ബൈത്തുൽ മുഖദ്ദസ് ലക്ഷ്യമാക്കി പുറപ്പെട്ട ബനു ഇസ്രായേലിയർ അള്ളാഹുവിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ നേർക്കുനേരെ കണ്ട് ആസ്വദിച്ച ഒരു വിഭാഗമാണ്. ഈ ദുനിയാവിൽ വെച്ച് എത്ര തന്നെ അള്ളാഹുവോട് ശുക്ർ രേഖപ്പെടുത്തിയാലും അള്ളാഹു അവർക്ക് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് അത് പകരമാവുകയില്ല സഹോദരങ്ങളെ. അതെല്ലാം ഓരോന്നും കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയ ചരിത്രമാണ്. ഇനി വരാനുള്ള ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ അനുഗ്രഹങ്ങൾ പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ എന്താണ് ബനു ഇസ്രായേലിയർ ചെയ്തത് എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതാ സഹോദരങ്ങളെ. അള്ളാഹുവിനോട് നന്ദി കാണിക്കേണ്ട, അള്ളാഹുവിനെ ശരിയായ നിലക്ക് അനുസരിക്കാൻ ബാധ്യസ്ഥരായ ഈ ധിക്കാരികൾ അള്ളാഹുവിന്റെ കൽപ്പനകളോട് പുറംതിരിഞ്ഞു നിൽക്കുകയാണ് അവർ ചെയ്തത്. വാസ്തവത്തിൽ അവർ ചെയ്തുപോയ തെറ്റുകൾക്ക് അതിനെല്ലാം പശ്ചാത്തപിക്കുവാനുള്ള ഒരു വലിയ അവസരമായിരുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേൽ സന്താനങ്ങൾക്ക് ഈ അവസരത്തിൽ നൽകിയത്. തങ്ങൾ ചെയ്തുപോയ തെറ്റുകളിൽ പശ്ചാത്തപിച്ചുകൊണ്ട് കൂടുതൽ വിനയമുള്ളവരായിക്കൊണ്ട് അള്ളാഹു പഠിപ്പിച്ച പശ്ചാത്താപ വചനമായ ഹിത്വത്തുൻ എന്ന പദം അത് ഉച്ചരിച്ചുകൊണ്ട് ആ പ്രദേശത്തിലേക്ക് പ്രവേശിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് കൽപ്പിച്ചിരുന്നു. എന്നാൽ സഹോദരങ്ങളെ, അവർ ചെയ്തത് എന്തായിരുന്നു? അവരിൽ ഒരു വിഭാഗം അള്ളാഹുവിന്റെ ഈ കൽപ്പനകളെ അഹങ്കാരത്തോടുകൂടി ധിക്കരിക്കുകയാണ് ചെയ്തത്. അള്ളാഹു കൽപ്പിച്ചതുപോലെ ആ പാപമോചനത്തിന്റെ വചനം അത് പറയാതെ അതിന് ബദലാക്കിക്കൊണ്ട് മറ്റൊരു വാക്കാണ് അവർ അവിടെ ഉപയോഗിച്ചത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്ത ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരികയാണ്, ഖീല ലിബനി ഇസ്രായീല ദഖുലുൽ ബാബ സുജ്ജദ വഖൂലു ഹിത്വത്തുൻ. ഇസ്രായേൽ വംശക്കാരോട് പറയപ്പെട്ടു, നിങ്ങൾ തലകുനിച്ചുകൊണ്ട് പടിവാതിൽ കടക്കുകയും ഹിത്വത്തുൻ എന്ന പശ്ചാത്താപ വചനം പറയുകയും ചെയ്യുക എന്ന്. ഫദഖലു യസ്ഹഫൂന അലാ അസ്താഹിഹിം ഫബദ്ദലു വഖാലു ഹിത്വത്തുൻ ഹബ്ബത്തുൻ ഫീ ശഅറ. അപ്പോൾ അവർ നിരങ്ങിക്കൊണ്ടും പദം മാറ്റി ഗോതമ്പ് മണി എന്ന അർത്ഥം വരുന്ന ഹിന്ത്വത്തുൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്
അവിടേക്ക് അവർ പ്രവേശിച്ചത് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ചു തരിക. സഹോദരങ്ങളെ, ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസിൽ ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിക്കുന്നത് ബനു ഇസ്രായേലിയരോട് സുജൂദ് ചെയ്തുകൊണ്ടും ഹിത്തത്തുൻ എന്ന് പറഞ്ഞുകൊണ്ടും ആ പടിവാതിൽ കടക്കാൻ ആവശ്യപ്പെട്ടു. അപ്രകാരം ചെയ്താൽ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നും അവരോട് പറയപ്പെട്ടു. എന്നാൽ അവർ അതിൽ മാറ്റം വരുത്തുകയും അവർ തങ്ങളുടെ ആസനങ്ങളിൽ ഇഴഞ്ഞ് ആ പടിവാതിൽ കടക്കുകയും ഗോതമ്പ് മണി എന്ന അർത്ഥം വരുന്ന ഹിന്തത്തുൻ എന്ന് പറയുകയും ചെയ്തു എന്നാണ് സഹോദരങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ കുറിച്ച് നമുക്ക് അറിയിച്ചു തരുന്നത്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹു അവരോട് കൽപ്പിച്ചത് ഞങ്ങളുടെ പാപങ്ങൾ ഇറക്കി വെച്ച് തരണമേ, പൊറത്തു തരണമേ എന്ന പ്രാർത്ഥന വരുന്ന ഹിത്തത്തുൻ എന്ന പദം പറയേണ്ടടുത്ത് അവർ ഇസ്രായേൽ ജനത ആ കവാടം കടക്കുന്ന സമയത്ത് പറഞ്ഞത് ഹിന്തത്തുൻ എന്നാണ്, ഗോതമ്പ് മണി എന്നാണ്. സഹോദരങ്ങളെ, ഹിന്തത്തുൻ എന്ന പദത്തിന്റെ അർത്ഥം അവർ അള്ളാഹു പറയാൻ കൽപ്പിച്ച പദം തന്നെ മാറ്റിമറിക്കുകയാണ് ചെയ്തത്. അതിനെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ 59-ാമത്തെ ആയത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞത് ഫബദ്ദലല്ലദീന ളലമൂ ഖൗലൻ ഗൈറല്ലദീ ഖീല ലഹും. എന്നാൽ ആ അക്രമം പ്രവർത്തിച്ചവർ തങ്ങളോട് പറയപ്പെട്ടതല്ലാത്ത ഒരു വാക്ക് അതിന് പകരമാക്കി മാറ്റി എന്ന്. ഈ രൂപത്തിൽ അള്ളാഹു കൽപ്പിച്ചതിന് വിപരീതം പ്രവർത്തിച്ചവരെ അവർ ആ അക്രമം പ്രവർത്തിച്ചതിന്റെ പേരിൽ അവരുടെ മേൽ അള്ളാഹു ആകാശത്തു നിന്ന് ഒരു കഠിന ശിക്ഷ ഇറക്കി എന്നാണ്. അതിനെ തുടർന്ന് അള്ളാഹു ഈ ആയത്തിൽ ആ ഭാഗമാണ് സഹോദരങ്ങളെ പറയുന്നത്. അത് ഏത് രൂപത്തിലുള്ള ശിക്ഷയായിരുന്നു എന്നും പൂർവകാല പണ്ഡിതന്മാർ അത് എപ്രകാരമാണ് നമുക്ക് വിശദീകരിച്ചു തന്നത് എന്നൊക്കെ നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. ഇൻഷാ അല്ലാഹ് നമുക്കത് അടുത്ത ക്ലാസ്സിൽ വിശദമായി ചർച്ച ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.